ഹേ ഗൈസ് എഗെയിൻ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മളെ പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് നമ്മൾ സ്റ്റീൽ ലേബറിംഗ് റോട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി 2-3 ആഴ്ച ഗൈസ് വീഡിയോയേ ഇടുന്നില്ല ഗൈസ്. മടിയാ തോന്നുന്നു ഗൈസ്, വീഡിയോ ഇടാൻ തോന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് അതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളടുത്ത പറന്ന് കിടക്കുന്ന നമ്മളെ റോയ്സ് ഗെയിമിങ് നമുക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്നാണ്. ഇന്ന് അവൻ വന്നിരിക്കുന്ന ഒരു വേറെ ഗിഫ്റ്റ് ആയിട്ടാണ്. അപ്പം എന്താ ഗിഫ്റ്റ് എന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ബേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളത് നോക്കാം. മുകളിൽ കുറച്ച് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പം സെറ്റാണ്. അപ്പൊ ഗൈസ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. റോഡ് ടു 4K ആണ് ഗൈസ്. 4Kന്റെ അടുത്തെത്താനായി. അപ്പൊ 4K ആണ് ഗിവ് അവേ ഒക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമുക്ക് അവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അവൻ എന്തോ തരാം ഗൈസ്. അവൻ ഇവിലഡോൺ തരുന്നാണ് പറഞ്ഞ. എനിക്ക് ഡിസ്കോളിലൊക്കെ ചെക്കൻ മെസ്സേജ് ഉണ്ടായി. അവന്റെ വോയിസ് ചാറ്റ് ആണ്. ഏതാണ് ഗൈസ്? നമുക്ക് സാധനം കിട്ടി, എവിലഡോൺ ഗൈസ്. ഫ്രീ എവിലഡോൺ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന, ഫ്രീ എവിലഡോൺ. ഓ മൈ ഗോഡ് ഗൈസ്, ഫ്രീ എവിലഡോൺ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഫ്രീ എവിലഡോൺ, എന്ത് രസമുള്ള സാധനമാണ് ഗൈസ് ഇത് ഗൈസ്. അപ്പൊ നമുക്ക് എവിലഡോൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എവിലഡോൺ അവൻ ഇത് തരാന്നാണ് പറഞ്ഞത്. അപ്പൊ എവിലഡോൺ നമുക്ക് കിട്ടി, എന്ത് രസമാണ് ഗൈസ്. നോക്കിയേ, ഓ മൈ ഗോഡ്, എവിലഡോൺ ഗൈസ്. സാധനം കണ്ടോ ഗൈസ്? നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്, സാന്റാ സ്ലൈ. ഇതിന്റെ ഒക്കെ പവർ കാണിച്ചാൽ നമുക്ക് ഗൈസ്. അവൻ വീണ്ടും എന്തോ തരാന്നാണ് പറഞ്ഞേ. അയ്യോ എന്റെ മോൻ. ഓ വിങ്സ് തരൂല, തരില്ലേ? ഓ റേഡിയോക്റ്റീവ് സ്ലാപ്പ്. ഓ ബേസ്. ഓ എന്തൊക്കെയുണ്ട് എടാ, ഇത് തരാൻ പോവാണോ? ഇവൻ അടുത്ത് പറഞ്ഞ ബ്രെയിൻ റോട്ട്. ഇത് പറ്റിക്കാതെ തോന്നുന്നു, ഇത് ഞാൻ പറ്റിക്കും. അത് ഫ്രീ ആയിട്ടുന്ന ചരിത്രാണ്. എടോ അത് പറ്റിക്കോ? നമ്മളെ റോയ്സ് ഗെയിമിങ് കിട്ടി മോനെ, കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് ഈ സാന്റാസ്ലയും ഈ സാധനവും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ ഉപയോഗം ആദ്യം നോക്കാം ഗൈസ്. ഫസ്റ്റ് സ്ലാപ്പ് നോക്കാം. ഇങ്ങോട്ടും. ഇനി അടുത്ത് ഇത് ദിസ് വൺ നോക്കാം ഗൈസ്. ഇത് നോക്കാണേ. ചത്ത് ആള് ചത്ത്. ഈ സമയത്ത് നമുക്ക് ഈ സ്റ്റീലൊക്കെ ചെയ്യ ഗൈസ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വലിഞ്ഞു ഓടത്. ഇനി അടുത്ത് ഇത് ഒന്നുകൂടെ ഓടാം. അവൻ വലിഞ്ഞു പോണ് ഗൈസ്. ഏത് അടിപൊളി നിങ്ങൾ പറയണേ. പറന്നു പോയാൻ. ഇനി അടുത്ത ഗൈസ് സാന്റാ സ്റ്റൈലാണ്, നമുക്ക് നോക്കാം. അയ്യോ ചമ്മിപ്പോയി ഗൈസ്, വീണ്ടും ചമ്മിപ്പോയി ഗൈസ്. ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ ഇട്ടാ മതി. അവൻ ഒരാളിങ്ങനെ വെറുപ്പിക്കാവക്ക്. അവിടെ പോയി സാധനം, അവിടെ ആളവിടെ. ആളെ കാണാനില്ല. ആളവിടെ ആ ചത്ത. എടാ മോനെ ഒളിച്ചടക്കാട്ടോ അവൻ. അവനവിടെ, അതവിടെ ഗൈസ്. അവൻ നമുക്ക് ഒന്നുകൂടി കൊല്ല ഗൈസ്. ഇതാ കൊല്ല്. ഈ സാന്റാസ്ലൈൻ്റെ ഉപയോഗം വളരെ അടിപൊളിയാണ്. അതാ നമുക്ക് വേണമെങ്കിൽ ഇവനിങ്ങനെ, ഓ ലക്കി ബ്ലോക്ക് ആണ്, അത് അവൻ എടുത്തോട്ടെ. നമുക്ക് സീനൊന്നുമില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇവൻ എവിടെയോ ഉണ്ട് കേട്ടോ. അതാ ഇവനിങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ. ടൈമല്ലേ ഇവൻ എണീക്കുന്ന സമയം കൊണ്ട് അടുത്തടിക്കുക. അവൻ ചത്തോ മനസ്സിലാവില്ല ഗൈസ്. ഇവൻ എവിടെ പോയി ഗൈസ്? ഇനി നമുക്ക് ഇവന്റെ ഓപ്പൺ ചെയ്യാം.
ഇവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓ പൂച്ചക്കുട്ടി അടുപ്പിന് ഇത്രയുള്ളൂ ഗൈസ്. പിന്നെന്ന് പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞ എനിക്ക് അങ്ങനെ അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. സ്പീഡ് ഓക്കെ. ഇതിന്റെ ഉപയോഗം നോക്കട്ടെ. എടാ ഇങ്ങനൊക്കെ പോയിട്ട് ഇവന്റെ സാധനം സ്റ്റീൽ ചെയ്തിട്ട് പോവാ. സാധനം നോക്ക്, ഇത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് എത്ര നേരം ഇതിന്റെ ഹോൾഡിങ് നോക്കാം നമുക്ക്. ഓ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ ഇത് നല്ല കിടിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര സാധനമാണ് കിട്ടിയത്. ഇതുകൊണ്ട് ഇങ്ങനെ ഓക്കെ സാധനം പോവാണ്. അപ്പം ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് അവനെ ഒന്നുകൂടി വെറുപ്പിക്കാം. പൊട്ടിത്തെറിച്ചുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഈ പറക്കുന്ന ചിറകും സാന്റാസ്ലയും ഗൈസ്. അപ്പൊ നമുക്ക് നമ്മളെ റോയ്സ് ഗെയിമിംഗ് തന്നതാ എവിലഡോ നമുക്ക് തന്നിട്ടുണ്ടായി. അപ്പം നമ്മള് എവിലഡോൺ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഈ പറക്കുന്ന വിങ്സ് കിട്ടി. പിന്നെ ഒരു ബേസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ബണ്ണി ബേസ് ആണ്. റോബക്സ് കൊടുക്കേണ്ട ബേസ് ആണ്. എത്ര റോബക്സാ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. റോബക്സ് എത്രയാണെന്ന് അറിയില്ല. 900 എത്ര ആണ്, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ബണ്ണി ബേസും ഈ സാധനവും ഈ സാധനം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ നമ്മളെ സബ്സ്ക്രൈബർ. അപ്പൊ നമ്മളെ ബേസ് എന്ന് പറയുമ്പോ ഫസ്റ്റ് നമ്മളെ നോർമൽ ബേസ് ഉണ്ട്. നമുക്ക് നോർമൽ ബേസ്. ഇനി നമുക്ക് അടുത്ത ബേസ് ആക്കാം. അടുത്ത ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കാണും. ഇതിൽ ഏത് ബേസ് വേണോ? അത് ക്രിസ്മസ് തന്നെ എടുക്കുക. ക്രിസ്മസ് ബേസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേസ് ഇതിന്റെ ഇന്റീരിയൽ വർക്കൊക്കെ നോക്കിയേ, എന്ത് രസം നോക്കിയേ. സാധനം നോക്കി, ഈ എവിലഡോണും ഈ ക്രിസ്മസ് ബേസും കൂടി വരുമ്പോ ഒരു പ്രത്യേക ലുക്ക്. അപ്പം ഇത്ര അടിപൊളിയ സാധനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എവിലഡോണിന്റെ അതേ മാച്ച് ബാക്കിൽ അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ എവിലഡോൺ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഇന്റീരിയൽ. കണ്ടോ ഗൈസ്, ഞാൻ മുകളിലോട്ട് ഇപ്പൊ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ മുകളിലൊരു സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ കാട്ടില്ല. ഇവിടെ എന്ത് രസമുണ്ടോ, കണ്ടോ ഇന്റീരിയൽ എന്ത് രസമാണ് ഗൈസ്. ഇത് കുറച്ച് നൈറ്റ് ആണ് ഗൈസ്. അയ്യോ മുകളിൽ നിങ്ങൾ കണ്ടോ സംശയം. ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ഫുൾ വ്യൂ. കണ്ടോ ഗൈസ്. ഈ എന്താ പറയാ ക്രിസ്മസ് ബേസിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗൈസ് അടുത്ത ബേസ് ആക്കാം. ഗൈസ് നമുക്ക് ഏതാ ബേസ് നോക്കിയോ ഗൈസ്. റോസ് ബേസ് ആണ് എൻ്റെ ബേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബേസ് റോസ് ബേസ് ആണ്. ഇതിന്റെ അത്ര ഒരു ബേസ് എത്തൂല ഗൈസ്. കാരണം ലുക്ക് നോക്ക് ഗൈസ്, എൻ്റെ മോനെ. അപ്പൊ ഗൈസ് നമുക്ക് ഇതാണ് ഗൈസ്, ലുക്ക് നോക്ക് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് റോസ് ബേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ബേസ് ആണ്. ഇതാണ് മുകളിലൊക്കെ നോക്കിയാൽ കഴിക്കാൻ തോന്നും ഗൈസ്. മുകളിലൊക്കെ നോക്കിയാൽ കഴിക്കാൻ തോന്നും. അപ്പം ഇതാണ് ഈ ഭാഗം. ഇനി ഇതാണ് ഇന്നത്തെ ലുക്ക്. ഇന്ത്യയിലും മുകളിലൊക്കെ നോക്കി എന്ത് രസാ. സ്ട്രോബെറി ബേസ് പോലെ ഉണ്ട്. അപ്പം ഗൈസ് ഇവരുടെ കേറി വരുമ്പോ ഒരു റെഡ് സാധനം വരുന്നു. എന്ത് രസാ നോക്കി ഗൈസ്. മോൾ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വെയിറ്റ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. റോസ് ബേസിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ വേറെ ബേസാണ്. നോക്കി ഗൈസ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ബണ്ണി ബേസ്. ഇതൊക്കെ കാണുക നമ്മളെ കണ്ണടിച്ചു പോകും ഗൈസ്. അമ്മാതിരി അടിയാണ്. കണ്ണൊക്കെ പൊട്ടിപ്പോവും. ഉള്ളിൽ കയറിയ കണ്ണ് പൊട്ടുക. ബണ്ണിക്കുട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് 2 അടി കൊടുക്കണം. മോന്തയ്ക്ക് 2 ഇവിടുന്ന് ഒരടി അവന് കൊടുത്തേക്കാം. ഇവനും കൂടി കൊടുത്തേ ഗൈസ്. എല്ലാത്തിനും അവന് അടി കൊടുത്താണ് മോന്തക്കാരായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ എവിലഡോൺ ചേരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എവിലഡോൺ പോട്ടെ, എവിലഡോൺ പറഞ്ഞു മടുത്ത്. പ്രത്യേക ഭംഗി ഗൈസ്. നോക്ക് നിങ്ങൾ, പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ഈ ബേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ഇഷ്ടമുള്ളതാണ്. ഫസ്റ്റ് റോസ് ബേസ് തന്നെ. ഇതാണ് ഈ ഭാഗം, താഴത്തെ ഭാഗം.
മുകളത്തെ ഭാഗം കാണിച്ചുതരാം. ഇതൊക്കെ ഇതിന്റെ ഈ ഭാഗമൊക്കെ നോക്കി നിങ്ങള്. ഓഫ്, ഇത് കണ്ടല്ലേ, പച്ച കളർ ബണ്ണി ബേസ് തന്നെ. ഇനി ഇത് ഇവിടെ ഇത്ര ലുക്ക് ഉണ്ട് ഗൈസ്. ഇതാണ് സെക്കൻഡത്തെ ലുക്ക്. ഇതാണ് സെക്കൻഡത്തെ ലുക്ക് ഗൈസ്. അപ്പം ഇനി നമുക്ക് മുകളിൽ പോവാം. മുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ സെറിബ്രസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സെറിബ്രസ് അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. എനിക്ക് സെറിബ്രസ് കിട്ടിയിട്ടുണ്ടായി, ഒരു സെറിബ്രസ് കിട്ടിയിട്ടുണ്ടായി. അതും മാത്രല്ല, നമുക്ക് ഒരു സെറിബ്രസും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ സെറിബ്രസ് എടുത്തതെന്ന് പറഞ്ഞാൽ ബണ്ണി, നിങ്ങൾക്ക് പോപ്പ് ബണ്ണീനെ അറിയില്ലേ, ബോപ്പിൻ ബണ്ണി എന്തോ പേര്, ആ സാധനം കൊടുത്തിട്ട് ഈ സെറിബ്രസ് നമ്മൾ എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ എവിലോഡോണ വെക്കാം, നടുക്ക് എവിലോഡോണ വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ എവിലോഡോണും കൂടി വരുമ്പോ നോക്ക് ഗൈസ്, ലുക്ക് നിങ്ങൾ നോക്കിയേ. ഈ എന്താ പറയാ, ഈ ബേസ് സെറിബ്രസും എവിലോഡോൺ ബേസും നിങ്ങൾ നോക്കിയേ. ബേസ് അല്ല, ഗ്ലിച്ച് അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്ത് രസം നോക്കിയാ, താഴെ പൈസ് എന്ത് രസമാവും നിങ്ങൾ. സെറിബ്രസിന്റെ ഇടയിൽ എവിലഡോൺ, എനിക്ക് ഫേവറേറ്റ് ബ്രെയിൻ റോട്ടാണ് എവിലഡോൺ. അപ്പൊ ഇതിന്റെ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം നിങ്ങൾക്ക് അറിയായിരിക്കും, യൂട്യൂബറാണ്. നിങ്ങൾക്ക് ഇവനെ അറിയുമോ നിങ്ങൾ കമന്റ് ചെയ്യും. ഇവന്റെ പേരൊന്നും ഞാൻ കാട്ടുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. ഞാൻ അതേ പേര് പറയാണ്, നമ്മളെ സ്റ്റീക്ക്. നിങ്ങൾക്ക് അവന്റെ ചാനലൊക്കെ അറിയായിരിക്കും. കുറെ മില്യൺസ് ഉള്ള ആൾക്കാരാണ്. നമുക്കന്ന് എത്തൂല. നമുക്കൊരു 4K ടാർഗറ്റ് ആണ്, 4K എത്താനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റീക്കിന് കിട്ടിയിട്ടുണ്ടായി. ഇത് നമുക്കൊരു ഫ്രണ്ട് തന്നതാണ്, ട്രേഡ് ആയിരുന്നു. എൻ്റെ ഒരു ടിക്ടാക്ക് എന്തോ കൊടുത്തിട്ട് ഞാൻ തന്നാണ്. അപ്പൊ സ്റ്റീക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ് 331. 331 എന്തൊക്കെ പറയുന്നു, 330 മില്യന്റെ സാധനമാണ് യേസ്. സ്റ്റീക്കിനി ഫാറ്റീനി. ഉഫ്, സാമീന്റെ സാധനങ്ങളെ. സാമി അന്ന് ഇവന്മാരൊക്കെ ആയിരുന്നു അഡ്മിൻ അബിസ് നടത്തിയ. അപ്പം എനിക്ക് കിട്ടിയല്ല ട്രേഡ് ആയിട്ടാണ്, ടിക്ടാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടി. ഇനി അടുത്ത പറഞ്ഞ ഗരാമ. ഗരാമ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓജി വരെ കിട്ടും. ഗരാമ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഡിമാൻഡ് അറിയോ. ഓഫ്, അമ്മാതിരി ഡിമാൻഡ്. അതെന്ന് പറഞ്ഞാൽ മറ്റേ നിയോൺ കാറ്റ് അടിച്ച ട്രേറ്റ് ആണ് കേസ്. 300 മില്യൺ ആണ് ഇതിന്റെ പവർ എന്ന് പറഞ്ഞ. പവർ അല്ല, മില്യൺ. അപ്പം 300 മില്യൺ. ഇത് ഞാൻ എന്തിനാ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ, എന്റെ ഞാൻ കാണിച്ചുതരാം ഗൈസ്, നിങ്ങൾക്ക് അത് കാണിച്ചുതരാം ഗൈസ്. ഇത് കണ്ടോ, എന്റെ ഈ ഗരാമ കൊടുത്തിട്ട് ഞാൻ ഈ ഗരാമ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് W ആണോ L ആണോ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇത് ഞാൻ കൊടുത്തിട്ട്, അത് W ആണെന്ന് എനിക്ക് തോന്നിയേ ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓജിനെക്കാട്ടും വേറെ ലെവല് സാധനമാണ്. ഓജി ഒക്കെ നമുക്ക് ഓജി എന്നൊക്കെ പറഞ്ഞാൽ ഈ എസോക്കിന് ഓജി അല്ല, നമുക്കൊരു ഹെഡ്ലെസ് ഹോഴ്സ്മാൻ 8 കിട്ടും ഗൈസ്. അപ്പൊ അതൊക്കെ എനിക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തില്ല. നമ്മളുടെ ഡിമാൻഡാണ് ഈ എസോക് സക്കോള എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് ടിക്ടാക് സക്കോളി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടിക്ടാക് സക്കോളൊക്കെ കുറെ കണ്ടു ഗൈസ്. അടുത്ത് ഇത് ട്രേഡ് വിറ്റ് പോകണ്ട, ഒരു ഡിമാൻഡ് ഇല്ലാത്ത സാധനം. അടുത്തതെന്ന് പറഞ്ഞാൽ മണി ഡിയർ ആണ് ഗൈസ്. ഇതിന്റെ റേഞ്ച്, ഇതിന്റെ റേഞ്ചാണ് റേഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയാ, ഞാൻ എന്താ ട്രേഡ് ചെയ്ത കാണിച്ചത് ഗൈസ്. ഇതാ ഈ സാധനം കണ്ട, ഗോബ്ലിനോ പറഞ്ഞിട്ട് ആ സാധനം കൊടുത്തിട്ട് ഞാൻ മണി ഡിയർ വാങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത് W ആണോ L ആണോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഡു കമന്റ് ഗൈസ്. അപ്പൊ ഡു കമന്റ് ആണ്. അപ്പൊ ഗൈസ് ഇത്ര സാധനം നമുക്ക് കിട്ടി. ഇത് ബേസ് ടൂർ ഒന്നല്ല, ബേസും കാണിച്ച് എന്റെ ബേസ് ടൂറും കാണിച്ച്. ബേസ് ടൂർ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ച് നമുക്ക് ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പറന്ന് പോയി ഗൈസ്. അപ്പൊ ഗൈസ് നമുക്കൊരു പടക്കത്തോടെ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പം ഇതാ ഈ ബേസിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏത് ബേസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു കമന്റ് കൂടി നിങ്ങൾ ചെയ്യും. ഈ സാന്റാസ്ലൈ ആണ് അടിപൊളി, പടക്കം പൊട്ടിയ സാധനം അടിപൊളി, ഈ വിങ്സ് ആണ് അടിപൊളി, നിങ്ങൾ കമന്റ് ചെയ്യും. ഇല്ലേത് അടിപൊളി നിങ്ങൾ കമന്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാഞ്ഞുവാ. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ഇടിക്ക് അങ്ങനെ പടക്കം പൊട്ടിച്ചു അല്ല. പിന്നെ കൂളിംഗ് ടൈം ഒന്നുമില്ല, 1 സെക്കൻഡ് മതി. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് വീഡിയോ എൻഡിലോട്ട് പോവാം. ഇത്ര ഉണ്ടാവുള്ളൂ ഈ വീഡിയോ. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസ് ടൂർ ഒക്കെയാണ്. പക്ഷെ ബേസ് ടൂർ അല്ല, നമ്മളെ ബേസും നമ്മളെ റോയ്സ് ഗെയിമിംഗ് തന്ന കുറച്ച് സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. വിങ്സ് തന്നതും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ഉണ്ടാക്കുക ഗൈസ്. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പൊ ഗൈസ് ഈ ലുക്ക് നോക്കി ഞങ്ങള് അപ്പം ആക്കെ പറഞ്ഞോണ്ട് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പൊ ഗൈസ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.